കോഴിക്കോട് എയർപോർട്ടിനെ തകർക്കാനുള്ള ഗൂഢനീക്കത്തെ എന്തുവിലയും കൊടുത്ത് ചെറുക്കുമെന്ന അബുദാബിയിൽ വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ മുന്നറിയിപ്പ്. അബുദാബി ഇസ്ലാമിക് സെന്ററിൽ KMCC ഒരുക്കിയ സംഗമത്തിൽ പ്രവാസലോകം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നത് തടയാനുള്ള നീക്കം കാലിക്കറ്റ് എയർപോർട്ടിനെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗം തന്നെയാണെന്ന് ജനകീയ സദസ്സിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. റീകാർപ്പറ്റിംഗ് ജോലികൾ പോലും ആരംഭിക്കാൻ കേന്ദ്രതലത്തിൽ ഇടപെടൽ വേണ്ടിവന്നത് ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഭൂമി വിട്ടുകിട്ടാത്തത് മാത്രമാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നതായും ആരോപണമുയർന്നു. നേരത്തെ നടന്ന വികസന ജോലികളിൽ നടന്ന വെട്ടിപ്പുകളാണ് എയർപോർട്ടിന്റെ സുരക്ഷയ്ക്ക് ഇപ്പോൾ ഭീഷണിയായതെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. എയർപോർട്ട് വികസനം ഉറപ്പാക്കാൻ നടപടി ശക്തമാക്കണമെന്ന് KMCC പ്രസിഡന്റ് നസീർ മാട്ടൂൽ പറഞ്ഞു. കോഴിക്കോട് എയർപോർട്ടിനെതിരെയുള്ള നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ട് എന്നും തീർച്ചയായും അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇവിടുത്തെ കഴിഞ്ഞ 40 വർഷമായിട്ട് പ്രവാസികളോടൊപ്പം സഞ്ചരിക്കുകയും അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലക്ക് അത് KMCCയുടെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിന്റെ നിലനിൽപ്പിന് പ്രവാസി സമൂഹം ജാഗ്രതയോടെ രംഗത്തുണ്ടാകണമെന്ന് ഷുക്കൂർ അലി കല്ലിങ്ങൾ വ്യക്തമാക്കി. പക്ഷേ കാലിക്കറ്റ് എയർപോർട്ടിന്റെ വികസനത്തിന് അതിന്റെ എക്സ്പാൻഷന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പ്രദേശവാസികളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ആളുകൾ ഭൂമി വിട്ടുകൊടുക്കുന്നില്ല എന്നല്ല. പക്ഷേ അവർ പറഞ്ഞത് ഭൂമി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ 12 തവണകളിലായിട്ട് ഭൂമി വിട്ടുകൊടുത്തിട്ട് ആ വിട്ടുകൊടുക്കപ്പെട്ടവർ പിന്നീട് വഴിയാധാരമായതിന് ആര് ഉത്തരം പറയും, ആര് സമാധാനം പറയും? പി ബാവഹാജിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ സംഘടനകളെ പ്രതിനിധാനം ചെയ്ത് രമേശ് പണിക്കർ, U അബ്ദുല്ല ഫാറൂഖി, NV മോഹനൻ, PT റഫീഖ്, ഡോക്ടർ അബ്ദുറഹ്മാൻ ഒളവട്ടൂർ, ഹമീദ് ഈശ്വരമംഗലം, അബ്ദുസമദ് അണ്ടത്തോട്, M അബ്ദുസലാം, എഞ്ചിനീയർ അബ്ദുറഹ്മാൻ, VTV ദാമോദരൻ, ഇസ്മായിൽ TK എന്നിവർ സംസാരിച്ചു. C സമീർ നന്ദി പറഞ്ഞു. മീഡിയ 1 അബുദാബി.